സുരക്ഷിതകരാൽ നവനീരദാവാൽ പീതാംബരാൽ അരുണബിംബഫലാധരോഷ്ടാൽ പൂർണേന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം പൂർവാർദ്ധം അഷ്ടമോധ്യായ. ശ്രീശുക ഉവാച ഗർഗപുരോഹിതോ രാജൻ യദൂനാം സുമഹാതപാ വ്രജം ജഗാമനന്ദസ്യ വസുദേവ പ്രചോദിതാ. ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത്തിനോട് പറയാണ്, ഹേ രാജൻ, വസുദേവ പ്രചോദിത, വസുദേവനാൽ പ്രേരിതനായിട്ട് യദൂനാം പുരോഹിത, യാദവന്മാരുടെ പുരോഹിതനും സുമഹാതപാവ ഉഗ്രതപസ്വിയുമായ ഗർഗമഹർഷി നന്ദസ്യ വ്രജം ജഗാമ, നന്ദന്റെ വ്രജത്തിലേക്ക് ചെന്നു. ഗർഗമഹർഷിയെ പറ്റി പല പുരാണങ്ങളിലും പരാമർശമുണ്ട്. അദ്ദേഹം ബ്രഹ്മാവിൻ്റെ ഒരു മാനസപുത്രനാണെന്നാണ് വായുപുരാണത്തിൽ പറയണത്. അതുമാതിരി അദ്ദേഹം ഈ ജ്യോതിശാസ്ത്രം മുഴുവൻ പഠിച്ചത് ആദിശേഷനിൽ നിന്നാണ് വേറൊരു പുരാണത്തിൽ പറയുന്നത്, വിഷ്ണുപുരാണത്തിൽ പറയുന്നത്. തം ദൃഷ്ട്വാ പരമപ്രീത പ്രത്യുത്ഥായ കൃതാഞ്ജലി ആനർച്ചാധോക്ഷജതിയാ പ്രണിപാത പുരസ്സരം. അദ്ദേഹത്തിനെ കണ്ടിട്ട് തം ദൃഷ്ട പരമപ്രീത, ഏറ്റവും പ്രീതനായിട്ടുള്ള നന്ദഗോപരെ അധോക്ഷജതീയ ഭഗവാനാണെന്നുള്ള സങ്കല്പത്തോടെ പ്രത്യുത്ഥായ എഴുന്നേറ്റ് കൃതാഞ്ജലി പ്രണിപാതപുര സരം ആനർച്ച, കൈകൂപ്പിക്കൊണ്ട് ആ നമസ്കാരപൂർവം അദ്ദേഹത്തിനെ പൂജിച്ചു. സുപവിഷ്ടം കൃതാദിത്യം ഗിരാസൂനൃതയാ മുനിം നന്ദയിത്വാ ബ്രവീൽ ബ്രഹ്മൻ പൂർണ്ണസ്യ കരഭാമകിം. കൃതാദിത്യം, ഇപ്രകാരം അതിഥിസൽക്കാരത്തോടു കൂടിയവനും സൂപവിഷ്ട, നല്ല വേണ്ട രീതിയിൽ സുഖമായിട്ട് ഇരുത്തപ്പെട്ടവനുമായ മുനിം, ആ മുനിയെ സൂനൃതയാ ഗിരാ നന്ദയിത്വ, ഏറ്റവും പ്രിയവും സത്യവുമായിട്ടുള്ള വാക്കുകളെ കൊണ്ട് തൃപ്തനാക്കിയിട്ട് ബ്രഹ്മൻ, അല്ലയോ മഹാബ്രാഹ്മണ, പൂർണ്ണസ്യ, എല്ലാം തികഞ്ഞ അങ്ങയ്ക്ക് കിം കരവാമ, ഞങ്ങൾ എന്ത് ചെയ്യണം, ഇതി അബ്രവീൽ എന്ന് നന്ദഗോപർ ചോദിച്ചു. മഹൽ വിചലനം നൃണം ഗൃഹിണാം ദീനചേതസം നിശ്രേയസായ ഭഗവൻ കൽപ്പതേ നാന്യഥാ ക്വചിൽ. ഹേ ഭഗവൻ, അല്ലയോ ഭഗവാനെ, അങ്ങയെപ്പോലുള്ള മഹാന്മാരുടെ സന്ദർശനം ദീനചേതസാം ഗൃഹീണം, വളരെ ദീനമായിട്ടുള്ള മനസ്സോടുകൂടിയ ഗൃഹസ്ഥാശ്രമത്തിൽ കഴിയുന്ന സാധാരണ ജനങ്ങളുടെ നിശ്രേയസായ കൽപ്പതയെ ഉപകരിക്കപ്പെടുന്നു. കൊജിൽ അന്യത, അല്ലാണ്ട് ഒരിക്കലും മറിച്ചാവുകയില്ല എന്ന് പറയുന്നത്. ഭവന്മാരായിട്ടുള്ള ആൾക്കാർ ദീനന്മാരായിട്ടുള്ള ഗൃഹസ്ഥരുടെ ഗൃഹത്തിൽ വന്നു കഴിഞ്ഞു വെച്ചാൽ അത് അവരുടെ ശ്രേയസ്സിന് ഉതകുന്ന രീതിയിലായിരിക്കും. ജ്യോതിഷാമയനം സാക്ഷാൽ യത്തൽ ജ്ഞാനമതീന്ദ്രിയം പ്രണീതം ഭവതായേന പുമൻ വേദപരാവരം. ഏതുകൊണ്ട് അതീന്ദ്രിയം, ഇന്ദ്രിയങ്ങൾക്ക് കൂടി അതീതമായിട്ടുള്ള ജ്ഞാനമുണ്ടാകുന്നുവോ, തത് ജ്യോതിഷാം അയനം, ആ ജ്യോതിർഗോളങ്ങളുടെ സഞ്ചാരം ഭവതാ സാക്ഷാൽ പ്രണീതം, അങ്ങയാൽ കണ്ടവിധം രചിക്കപ്പെട്ടതാണ്. ഏന, യാതൊന്നുകൊണ്ട് പുമാൻ പരാവരം വേദ, ഒരു മനുഷ്യൻ ഭൂതവും ഭാവിയും ഒക്കെ അറിയുന്നത് എങ്ങനെയാണ്? അങ്ങ് രചിച്ചുള്ള ജ്യോതിശാസ്ത്രം കൊണ്ടാണ്. ത്വംഹി ബ്രഹ്മവിദാം ശ്രേഷ്ഠ സംസ്കാരാൻ കർത്തുമർഹസി ബാലയോർ അനയോർ നൃണം ജന്മനാ ബ്രാഹ്മണോ ഗുരു. അങ്ങ് ഇവിടെ വന്നതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ത്വം ബ്രഹ്മവിദാം ശ്രേഷ്ഠ, അങ്ങ് ബ്രഹ്മജ്ഞാനികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണ്. ജന്മനാ ബ്രാഹ്മണ, ജന്മം ഹേതുവായി തന്നെ ബ്രാഹ്മണൻ. നൃണാം ഗുരുഹി, മനുഷ്യർക്ക് ആചാരനാണല്ലോ ബ്രാഹ്മണര്. അതിനാൽ അങ്ങ് അനയോ ബാല, ഈ രണ്ട് ബാലന്മാരുടെയും സംസ്കാരാൻ, നാമകരണാദി സംസ്കാരങ്ങളെ കർത്തും അർഹസി, ചെയ്യുവാൻ അർഹിക്കുന്നു എന്ന് പറയാണ്.
പ്രണീതം ഭവത എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അതാണ് ആദിശേഷാൽ അതീത്യ ഭവതാ പ്രകർഷേണ നീതം ശിഷ്യ പരമ്പരയാ പ്രചരിതം ച എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് ശ്രീധരീതിൽ. അതായത് ആദിശേഷനിൽ നിന്ന് ഈ ജ്യോതിശാസ്ത്രം അധ്യയനം ചെയ്തിട്ട് ഈ ഭൂമിയിൽ തൻ്റെ ശിഷ്യ പരമ്പരയിലൂടെ പ്രചരിപ്പിച്ചത് ഇദ്ദേഹമാണ് ഈ ശ്രീ ഗർഗമഹർഷിയാണെന്നാണ് നന്ദഗോപുർ പറഞ്ഞത്. അതാണ് സാക്ഷാൽ ദിവ്യദൃഷ്ട്യാ ദർശിച്ചെന്നുള്ള അർത്ഥത്തിലാണ് ഭഗവാനിൽ നിന്ന് നേരിട്ട് കിട്ടിയതാണത്. ഗർഗൗ വാച യദൂനം അഹമാചാര്യ ഖ്യാതശ്ച ഭുവി സർവദാ സുതം മയാ സംസ്കൃതം തേ മന്യതേ ദേവകീസുതം. അപ്പോൾ ഗർഗമഹർഷി തിരിച്ചു പറയുകയാണ്, നോക്കൂ, യദൂനാം ആചാര്യ അഹം, ഞാൻ യാദവന്മാരുടെ കുലഗുരുവാണ് എന്നുള്ളത് ഭൂവി സർവദാ ഖ്യാത, ഭൂമിയിലെ എല്ലാവർക്കും അറിയപ്പെട്ടതാണ്. മയാ സംസ്കൃതം, എന്നാൽ ഈ സംസ്കാരം ചെയ്യപ്പെട്ടത്തെ അങ്ങയുടെ പുത്രനെ ദേവകീസുതം മന്യത, അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നാമകരണം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങയുടെ ഉണ്ണിയെ ദേവകിയുടെ പുത്രനാണെന്ന് ജനങ്ങൾ വിചാരിച്ചേക്കും. ഇന്ന് മാത്രമല്ല, കംസ പാപമതി സഖ്യം തവ ചാനകദുന്ദുവേ ദേവക്യാ അഷ്ടമോ ഗർഭോ ന സ്ത്രീ ഭവിതുമർഹതി ഇതി സഞ്ചിന്തയൻ ശ്രുത്വാ ദേവക്യാ ദാരികാവച അഭി ഹന്താഗതാശങ്ക തർഹി തന്നോ അനയോ ഭവേ. ഇന്ന് മാത്രമല്ല, പാപമതി കംസ, പാപബുദ്ധിയായിട്ടുള്ള ആ കംസൻ ആ ദേവകിയുടെ ദാരിക, ആ ദേവകിയുടെ പുത്രയുടെ വാക്കിനെ കേട്ടിട്ട് ശ്രുത്വ അഭി ദേവക്യ അഷ്ടമഗർഭ, ദേവകിയുടെ 8ാമത്തെ ഗർഭം സ്ത്രീ ഭവതും, സ്ത്രീ പ്രജയാവാൻ അർഹതീതി, ഇടയിൽ നിന്ന് സഞ്ചിന്തയൻ, നന്നായി ചിന്തിച്ചിട്ടും തവ ആനകതുന്തുവേ സഖ്യം ച, അങ്ങയും വസുദേവനും തമ്മിലുള്ള ആ സൗഹൃദത്തെ ഓർത്തും ആഗത ആശങ്ക, സംശയാലുവായിട്ട് തീർന്നിട്ട് ഹന്താ തർഹി, ബാലനെ നിഗ്രഹിക്കുന്ന ആയാൽ തത്, അത് ന അനയ ഭവയിൽ, അത് നമ്മുടെ ആലോചനക്കുറവായിട്ട് തീരില്ലേ. അതായത് ഞാൻ ഇവിടെ വന്ന് പേരിട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ദേവകിയുടെ പുത്രനാണ് സംശയം തോന്നിയിട്ട് കംസന ഉണ്ണിയെ വന്ന് വധിച്ചാലോ എന്നാണ് ഈ ഗർഗമഹർഷി നന്ദഗോപുരോട് ചോദിക്കുന്നത്. നന്ദൗവാച അലക്ഷിതോസ്മിൻ രഹസി മാമകൈരവി ഗോവ്രജേ കുരുദ്വിജാതി സംസ്കാരം സ്വസ്തി വാചനപൂർവകം. അപ്പൊ നന്ദഗോപര് പറഞ്ഞു, നോക്കൂ, അതെ, ഇത് ആരും അറിയാണ്ട് മാമകൈ അഭി അലക്ഷിത, എൻ്റെ ബന്ധുക്കളാൽ പോലും കാണപ്പെടാതെ അസ്മിൻ ഗോവ്രജ, ഈ ഗോകുലത്തിലെ രഹസ്യസ്ഥാനത്ത് വെച്ച് സ്വസ്തിവാചനപൂർവകം, സ്വസ്തിവാചനത്തോടുകൂടി ദ്വിജാതി സംസ്കാരം, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാർക്ക് വേണ്ടപ്പെട്ട സംസ്കാരം കുരു ചെയ്തു തന്നാലും എന്താണ് ഈ അത്യന്തം രഹസ്യമായിട്ട് ഒരു തൊഴുത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടൊക്കെയാണ് ചെയ്തതെന്നൊക്കെ പറയുക. ഏവം ശ്രീശുവാച ഏവം സംപ്രാർത്ഥിതോ വിപ്ര സ്വചീർഷിതമേവതൽ ചകാര നാമകരണം ഗൂഢോ രഹസി ബാലയോ. ഈ ശ്രീ ശിവബ്രഹ്മർഷി പറയുകയാണ്, അപ്പോൾ ഏവം സംപ്രാർത്ഥി, ഇപ്രകാരം നന്ദനാൽ അഭ്യർത്ഥിക്കപ്പെട്ടവനായ വിപ്ര ഗർഗമഹർഷി സ്വചികീർഷിതം ഏവ, തൻ്റെ ആഗ്രഹവും അതുതന്നെയായിരുന്നു, അത് മനസ്സിലാക്കി ചിന്തിച്ചുകൊണ്ട് ബാലയോ തൽ നാമകരണം, ആ ബാലന്മാരുടെ ആ നാമകരണത്തെ രഹസ്യമായുള്ള സ്ഥലത്ത് വെച്ച് ഗൂഢമായി ചകാര ചെയ്തു. ഗർഗൗവാച അയം ഹി രോഹിണീപുത്രോ രമയൻ സുഹൃദോ ഗുണൈ ആഖ്യാസ്യതേ രാമൈതി ബലാധിക്യാൽ ബലം വിദു യദൂനാം ആവൃതഭാവൽ സംഘർഷണമുശന്യുത. ജ്യേഷ്ഠന്മാരിലെ കുട്ടികളിൽ ജ്യേഷ്ഠൻ രോഹിണിയുടെ പുത്രനാണ്. അപ്പോൾ രോഹിണിയുടെ പുത്രനെയാണ് ആദ്യം നന്ദഗോപര് ഗർഗൻ്റെ മടിയിൽ കൊണ്ടുവച്ചത്. ആ ഉണ്ണിയെ എടുത്തുകൊണ്ട് എന്തു പറഞ്ഞു ആ ഗർഗൻ, രോഹിണീപുത്ര അയം, ഈ രോഹിണീപുത്രനായിട്ടുള്ള ഇദ്ദേഹമാകട്ടെ ഗുണൈ സുഹൃത രമയൻ,
തൻ്റെ ഗുണങ്ങളെ കൊണ്ട് തൻ്റെ സുഹൃജനങ്ങളെ മുഴുവൻ ആനന്ദിപ്പിക്കും. അതുകൊണ്ട് രാമ ഇതി ആഖ്യാസ്യതേ, രാമൻ എന്ന് പറയപ്പെടുന്നു. ബല ആധിക്യം, നല്ല ബലത്തിൻ്റെ ആധിക്യം കൊണ്ട് ബലൻ എന്നും വിദു അറിയും. യദൂനാം അപൃഥഗ്ഭാവാൽ, യദുവംശക്കാരുടെ ഇടയിൽ ആ യോജിപ്പ് വീണ്ടും പുനഃസ്ഥാപിക്കുക കാരണം സംഘർഷണം സംഘർഷണൻ എന്നും ഉശന്തി പറയും. ആസൻ വർണ്ണാസ്ത്രയോ ഹ്യസ്യ ഗൃണ്ണതോ നിയുഗം തനു ശുക്ലോ രക്തസ്തദാവീത ഇതാനും കൃഷ്ണതാം ഗതാ. അതിനുശേഷമാണ് യശോദയുടെ ആ ഉണ്ണിയെടുത്ത് നന്ദഗോപർ ഗർഗൻ്റെ കയ്യിലാണ് കൊടുത്ത് ആ ഉണ്ണിയെ മടിയിൽ വെച്ചിട്ട് പറഞ്ഞു, അനുയുഗം തനു ഗൃണ്ണത അസ്യ. ഓരോ യുഗം തോറും ഓരോ യുഗത്തിലും ഓരോരോ ശരീരങ്ങളെ സ്വീകരിക്കുന്ന ഇവന് ശുക്ല രക്ത തഥാപീത, ഓരോ യുഗത്തിലെ വെളുപ്പ് നിറണ്ടായിരുന്നു ആദ്യത്തെ ഹൃദയുഗത്തിലെ, പിന്നെ ചുവപ്പ് നിറണ്ടായി, പിന്നെ മഞ്ഞ നിറണ്ടായി, ഇങ്ങനെ 3 വർണ്ണങ്ങൾ ആസനം ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. ഇതാനീം ഇപ്പോഴാകട്ടെ കൃഷ്ണതാം ഗത, കറുപ്പ് വർണ്ണത്തെ ഗത പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. അതായത് കൃഷ്ണൻ എന്ന് പേരിടുന്നുള്ളതിനാണ്, കൃഷ്ണ നിറത്തിലുണ്ട് കൃഷ്ണൻ എന്ന് നാമധേയം എന്നാണ്. പിന്നെയോ അയം വസുദേവസ്യ കുചിൽ ജാതസ്തവാത്മജ വാസുദേവ ഇതി ശ്രീമൻ അഭിജ്ഞാ സംപ്രചക്ഷതേ എന്ന് മാത്രമല്ല, ശ്രീമാൻ അയം തവ ആത്മജ, ശ്രീമാനായിട്ടുള്ള ഈ അങ്ങയുടെ പുത്രൻ പ്രാക്വതിൽ മുമ്പൊരിടത്ത് വസുദേവസ്യ ജാത, വസുദേവന് ജനിച്ചവനാണ്. അഭിജ്ഞ ഇതറിവുള്ളവർ വാസുദേവ ഇതി സംപ്രചക്ഷതേ, ഈ ഉണ്ണിയെ വാസുദേവനും വിളിക്കും. ബഹൂനി സന്ധി നാമാനി രൂപാണി ജസുതസ്യതേ ഗുണകർമാനുരൂപാണി തന്യഹം വേദ നോ ജന എന്ന് മാത്രമല്ല, ഈ ഉണ്ണിക്ക് എത്ര പേരാളതെന്ന് അറിയില്ല എന്ന് പറയുകയാണ്. അതാണ് തേ സുത, അങ്ങയുടെ പുത്രന് ഗുണകർമ്മ അനുരൂപാണ്, ആ ഉണ്ണിയുടെ ഗുണങ്ങൾക്കും കർമ്മങ്ങൾക്കും അനുരൂപമായിട്ട് ബഹൂനി നാമാനി, ധാരാളം പേരുകളുണ്ട്. രൂപാണിച്ച സന്ധി, രൂപങ്ങളും ഉണ്ട്. താനി ജന, അത് എങ്ങനെയാണ്? അവയൊന്നും എങ്ങനെയാണ്? താനി അഹം നവേദ, മുഴുവനായിട്ട് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറയുകയാണ്. പിന്നെയോ അപ്പോൾ പിന്നെ സാധാരണ ജനങ്ങളുടെ കഥ പറയാനുണ്ടോന്നാ ഗർഗമഹർഷി ചോദിക്കണതേ. അത്ര അതിലെ സഹസ്രനാമം ഉള്ള ആളാണ് ഭഗവാൻ. സഹസ്രമല്ല, അതിലും എത്ര അനന്തനാമമാണെന്നാണ് മേൽപ്പത്തൂർ പറയണത്. ഏഷവ ശ്രേയ ആദാസ്യൽ ഗോപഗോകുലനന്ദന അനേന സർവദുർഗാണി യൂയം അഞ്ജസ്തരിഷ്യത. ഗോപഗോകുലനന്ദന, ഗോപന്മാർക്കും ഗോകുലത്തിനും ആനന്ദം നൽകുന്ന ഏഷ ഇവൻ വ നിങ്ങൾക്കെല്ലാം ശ്രേയ സമൃദ്ധി ആദാസ്യൽ ഉണ്ടാക്കും. അനേന യൂയം സർവദുർഗാണി അഞ്ച തരിഷ്യത, ഇവൻ കാരണം നിങ്ങൾ എല്ലാ ദുർഘടങ്ങളും പ്രയാസം കൂടാതെ തരണം ചെയ്യും. വളരെ സൂക്ഷിച്ചുകൊണ്ടാണ് ഗർഗമഹർഷി വേണം. ഭഗവാൻ തന്നെയാണ്, നേരിട്ട് പറയില്ല. ഈ സംഘർഷണ ആദിശേഷനാണെന്ന് പറയില്ല, എന്നാലോ സംഘർഷണത്വം കൊണ്ട് സംഘർഷണമായി അതുമാതിരി കൃഷ്ണൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് നേരിട്ട് പറയില്ല. ഇനി ധ്വനിപ്രാധാന്യമുള്ള വാക്കുകളാണ് അദ്ദേഹമൊക്കെ പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് പറയുകയാണ്. പുരാണേന പ്രജപതേ സാധവോ ദസ്യുപീഡിത അരാജകേ രക്ഷ്യമാണ ജിഗ്യുർദസ്യുൻ സമേധിത. ഹേ പ്രജപതേ, അല്ലയോ ഗോകുലനാഥ, പുരാ അരാജകേ, പണ്ട് ഒരിക്കലെ അരാജകത്വം വന്ന സമയത്ത് ദസ്യുപീഡിത, കള്ളന്മാരാൽ പീഡിതരായ സാധവ സത്തുക്കൾ അനീന ഇവനാൽ രക്ഷിക്കപ്പെട്ട് സമേതിത ശക്തി ആർജിച്ച് ദസ്യൂൻ ജയിക്കൂ, ആ ദസ്യുക്കളെ ശത്രുക്കൾക്കുള്ള എല്ലാം തുരത്തി ഓടിച്ചു.
യ ഏതസ്മിൻ മഹാഭാഗ പ്രീതിം കുർവന്തി മാനവാ നാരയോഭിഭവന്ത്യേതൻ വിഷ്ണുപക്ഷാനി വാസുരാ. മഹാഭാഗ ഏ മാനവ, മഹാഭാഗ്യവാന്മാരായിട്ടുള്ള ഏതെല്ലാം മനുഷ്യന്മാര് ഏതസ്മിൻ പ്രീതിം കുർവന്തി, ഈ ബാലനിൽ സന്തോഷത്തെ ചെയ്യുന്നുവോ, ഏതാൻ അവരെയെല്ലാം വിഷ്ണുപക്ഷാൻ, പക്ഷത്തിൽ വിഷ്ണുവുള്ള ദേവന്മാരെ അസുരന്മാരെന്ന പോലെ അരയ ന അഭിഭവന്തി, ശത്രുക്കളെ ഒരിക്കലും ദ്രോഹിക്കില്ല. തസ്മാൽ നന്ദാത്മജോയം തേ നാരായണ സമോ ഗുണൈ ശ്രിയാ കീർത്യാനുഭാവേന ഗോപായസ്വ സമാഹിത. അതുകൊണ്ട് ഹേ നന്ദഗോപരെ, തസ്മാൽ തേ ആത്മജ, അങ്ങയുടെ പുത്രൻ, ഗുണൈ ശ്രിയാ കീർത്തിയ അനുഭാവേന, ഗുണങ്ങളാലും ഐശ്വര്യത്താലും യശസ്സിനാലും പ്രഭാവത്താലും നാരായണന് സമനാണ്, സമാഹിത, ഏറ്റവും ശ്രദ്ധയോടുകൂടി ജാഗരൂകതയോട് കൂടിയിട്ട് ഈ ഉണ്ണിയെ ഗോപായസ്വ സംരക്ഷിച്ചാലെന്ന് പറയാണ്. ശ്രീശുഗോവാച ഇത്യാത്മാനം സമാദിശ്യ ഗർഗേജ സ്വഗൃഹം ഗതേ നന്ദപ്രമുദിതോമേന അമേനേ ആത്മാനം പൂർണ്ണമാശിഷം. ശ്രീ സുബ്രഹ്മണ്യ പറയാണ്, ഇപ്രകാരം ആത്മാനം സമാധിച്ച തന്നോട് പറഞ്ഞു കൊടുത്തിട്ട് ഗർഗേ സ്വഗൃഹം ഗതേജ, ഗർഗൻ മഹർഷി തൻ്റെ ആശ്രമത്തിലേക്ക് പോയതിൽ പിന്നെ നന്ദഗോപൻ വളരെ സന്തോഷവാനായിട്ട് ആത്മാനം തന്നെത്താൻ ആശിഷാം പൂർണ്ണം മേനെ, ആശിസ്സുകളൊക്കെ പൂർണ്ണാവസ്ഥയിൽ എത്തിയാനായിട്ടത് വേനിച്ച വലിയ ഭാഗ്യവാനാണെന്ന് സ്വയം വിചാരിച്ചു. കാരണം ഇങ്ങനെ രണ്ട് നല്ല ഉണ്ണികളെ തനിക്ക് കിട്ടിയില്ലേ. അതുകൊണ്ട് തന്നെ മേന ആത്മാനെന്നുണ്ട്, മേനെ ആത്മാനം രണ്ട് രീതിയിലും പറയാം. കാലേന വ്രജതാൽപേന ഗോകുലേ രാമകേശവൗ ജാനുഭ്യം സഹപാണിഭ്യം രിംഗമാണൗ വിജഹ്രതു. അൽപേന കാലേന വ്രജത, കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും രാമകേശവു, ഈ പേരിട്ടുള്ള ബലരാമനും കൃഷ്ണനും ജാനുഭ്യം, കാൽമുട്ടുകൾ അങ്ങനെ നിലത്ത് തൂന്നിട്ട്, അതായത് മുട്ടുകുത്തി നടന്നുകൊണ്ട് പാണിഭ്യാം സഹ, കൈപ്പത്തികളുടെ സഹായത്തോടെ ഗോകുലേ രിംഗമാണൗ വിജഹ്രതു, അങ്ങനെ മുട്ടുകൂത്തി ഇഴഞ്ഞ് നീങ്ങിക്കൊണ്ട് അങ്ങനെ വ്രജത്തിൽ കളിക്കാൻ തുടങ്ങി. താവംഗ്രിയുഗ്മമനുഗൃഹ്യ സരീസൃവന്തൗ ഘോഷപ്രഘോഷരുചിരം വ്രജകർദ്ദമേഷു തന്നാദഹൃഷ്ടമനസാവനുസൃത്യ ലോകം മുഗ്ധപ്രവീലവതുപേയദുരന്തി മാത്രോ. തൗ, ആ രണ്ടു ബാലന്മാരും ഘോഷപ്രഘോഷരുചിരം, കാരയിൽ കിങ്ങിണി കെട്ടിയിട്ടുണ്ട്, കാലിമ്പിൽ പാദസ്വരമൊക്കെ ഉണ്ട്. അതിൻ്റെ ആ സ്വരങ്ങളെങ്ങനെ മനോഹരമായുള്ള രീതിയിൽ ഇങ്ങനെ മുട്ടുത്തി നടക്കുമ്പോഴേ ആ കിങ്ങിണിയുടെ ശബ്ദം ഉണ്ടാവും, കാലിലെ പാദസ്വരത്തിൻ്റെയോ ചിലങ്കടെയൊക്കെ ശബ്ദം ഉണ്ടാവും. എന്നിട്ടോ ആംഘ്രിയുഗ്മം അനുഗൃഹ്യ, കാലുകൾ രണ്ടും അങ്ങനെ വലിച്ചഴിച്ചുകൊണ്ട് വ്രജകർദ്ദമേഷു, അങ്ങനെ മെല്ലെ മെല്ലെ വ്രജത്തിൽ ആ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്കും എന്താണ് ചളി പുരണ്ട മുറ്റത്തൊക്കെ നിറച്ച് ചാണകപ്പുറ്റും ചളിയും ഇതൊക്കെ ഉണ്ടാവുകയും അങ്ങനെ ഗോകുലത്തിലൊക്കെ ചളി പുരണ്ട മുറ്റങ്ങളിൽ സരീസൃവന്തവും ചുറ്റി നടന്നുകൊണ്ടും ഇങ്ങനെ സരീസൃവൊക്കെ മെല്ലെ മെല്ലെ മുട്ടുകുത്തി അഴിയല്ലേ ചെയ്യണത്. ലോകം അനുസൃത്യ, വഴിപോക്കരുടെ പിന്നാലെ ആരെങ്കിലും പോകുമ്പോൾ അവരെ പിന്നാലെ ഇങ്ങനെ മുട്ടുകുത്തിയാണ് പോകും കേട്ടോ. അവരടുത്ത് കാണുമ്പോഴോ അപ്പോഴേക്കും പരിചയങ്ങളോട് ഇങ്ങോട്ട് തിരിച്ച് അമ്മമാരുടെ അടുത്തേക്ക് തന്നെ വരും എന്നിട്ടോ. മുഗ്ധപ്രഭീതവൽ, അങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് അവർ എടുക്കാമെന്ന് വെച്ചാലോ ആ പേടിച്ച് പരിഭ്രമം, ബാലസഹജമായിട്ടുള്ള പരിഭ്രമം നടിച്ചുകൊണ്ട് മാത്രോ അന്തി ഉപേയത് വീണ്ടും തിരിച്ച് അമ്മമാരെ സമീപത്തേക്ക് മുട്ടുകുത്തി അങ്ങനെ ഓടി വരും ചെയ്യുന്ന പറയുകയാണ്. തന്മാതരൗ നിജസുതൗ ഗൃണയാസ്നു വന്ധ്യൗ പങ്കങ്കരാഗരുചിരാവുപഗുഹ്യദോർഭ്യം ദത്വാസ്തനം പ്രവിവദോസ്മമുഖം നിരീക്ഷ്യ മുഗ്ധസ്മിതാൽപദശനം യയതു പ്രമോദം. ഇങ്ങനെ കുട്ടിയോട് തിരിഞ്ഞ് ഓടി വരുമ്പോൾ എന്ത് ചെയ്യും? തന്മാതരൗ അങ്കരാഗരുചിരവും അവർ അമ്മമാരെന്ത് ചെയ്യും? ആ ചളിയിലങ്ങനെ കുറിക്കൂട്ടണിഞ്ഞിട്ട് മനോഹാരിത വർദ്ധിച്ചിട്ടുള്ള നിജസുതവും തങ്ങളുടെ പുത്രന്മാരെ ദൗർഭ്യാം ഗുഹിക്കായി രണ്ട് കൈകൊണ്ടാണ് വാരിയെടുത്ത് ആശ്രയിച്ചിട്ട് ഗൃണയാ സ്നുവന്ത്യോ, വാത്സല്യം കൊണ്ട് അങ്ങനെ സ്തനം ചുരന്നുകൊണ്ടിരിക്കുന്ന ആ സ്തനം ദത്വാ
പ്രപിബതോ മുഖസ്മിതാൽപദശനം. അവർ കുട്ടികളെ മുല കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ചെറിയ കുഞ്ഞ് പല്ലുകൾ കണ്ട് നോക്കിയിട്ടുള്ള അതോടുള്ള പുഞ്ചിരി നോക്കിക്കൊണ്ട് മുഖം നിരീക്ഷിക്കുക. അങ്ങനെ മുഖത്ത് തന്നെ ഉറ്റു നോക്കിയിട്ട് മോദം ജയതുസ്മ, അവർ പരമാനന്ദ മഗ്നങ്ങളായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടുന്നു പറയാൻ. ഇങ്ങനെ ഇതല്ലേ എന്താണ് യർഹ്യംഗനാ ദർശനീയ കുമാരലീലാവന്തർവ്രജേ തദവല പ്രഗൃഹീത പുച്ഛൈ വത്സൈരിതസ്തത ഉഭാവനുഗൃഹ്യമാണോ പ്രക്ഷന്ത്യ ഉച്ചിതഗൃഹ ജഗൃഷു ഹസന്യ. അത് കഴിഞ്ഞപ്പോൾ ഈ എഴയണ കുട്ടികളുണ്ടല്ലോ മെല്ലെ 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 എന്തെങ്കിലും പിടിച്ച് നിൽക്കാനും പിടിച്ച് നടക്കാനൊക്കെ തുടങ്ങിയതാണ്. എരിഹി യാതൊരവസരത്തിലാണോ അങ്കനാദർശനീയ കുമാരലീലോ, സ്ത്രീകൾക്ക് നോക്കി രസിക്കാൻ പറ്റിയിട്ടുള്ള ബാലലീലകളോട് കൂടിയിട്ടുള്ളവരായത്. അപ്പോൾ എങ്ങനെയാണ് അന്തർവ്രജേ ഗോകുലത്തിൽ പ്രഗൃഹീത പുച്ഛൈ മുറുക്കി പിടിക്കപ്പെട്ട വാലുകളോടുകൂടിയ വത്സൈ പൈക്കുട്ടി, അതായത് പിടിക്കാൻ തുടങ്ങി എന്ത് ചെയ്യും, പൈക്കുട്ടികളുടെ വാലിലാണ് കയറി പിടിക്കുന്നുണ്ട് ആൾ. അപ്പം എന്ത് ചെയ്യും, ഇത അങ്ങുമിങ്ങും അനുഗൃഹ്യമാണോ, പശുക്കുട്ടികൾ അങ്ങോട്ട് ഇങ്ങോട്ട് പോണ സമയത്ത് അവരുടെ വാലിൽ തൂങ്ങിക്കൊണ്ട് രണ്ടുപേരും അങ്ങനെ വലിച്ചുകൊണ്ട് പോകപ്പെടുന്ന ഉഭൗ ആ ഇരുവരെയും തത് അവല ഗോകുലത്തിലെ അങ്കനമാർ ഉജ്ജിത ഗൃഹ ഉപേക്ഷിക്കപ്പെട്ട ഗാർഹിക വിലയോട് കൂടിയരായിട്ട് ക്ഷേക്ഷന്ത്യ അസന്ധ്യ ജഗൃഷു. അവരത് കണ്ട് ചിരിച്ചുകൊണ്ട് ആനന്ദിച്ച് വേറെ പണിയൊന്നും ചെയ്യാണ്ട് ഈ ഉണ്ണികളുടെ കളി നോക്കിക്കൊണ്ട് അങ്ങനെ ആനന്ദത്തിൽ ഇരുന്നോ പറയുകയാണ്. പിന്നെയോ ശൃംഗ്യ, അതിൻ്റെ വികൃതി പിന്നെയും പറയാണ്. ശൃംഗ്യ അന്തി ശൃംഗ്യ അഗ്നി ദംഷ്ട്രി അസി ജലദ്വിജ കണ്ഠകേഭ്യ ക്രീഡാപരാവതിജലൗ സ്വസുതൗ നിരേദ്ധും ഗൃഹ്യാണി കർത്തുമപി യത്ര ന തജ്ജനന്യൗ ശേരാത ആപതുരലം മനസോനവസ്ഥാം. എങ്ങനെ അവരെ ഓരോരുത്തരും വികൃതികളാണ് അവർ. അതിചപലവും സുസസുതവും വെറുതെ ഇരിക്കില്ല ഒരു നിമിഷം പോലും. ഞങ്ങൾ ആ കുട്ടികളെ അവരുടെ മാതാക്കന്മാർ യശോദയും രോഹിണിയും അങ്ങനെ കളിക്കാനുള്ള കളിയിൽ മാത്രം മുഴുകി അവരെന്ത് ചെയ്യുന്നു, ഓരോരുത്തരുടെ അവരുടെ വികൃതികൾ പറയാണ്. ശൃംഗി അഗ്നി ദംഷ്ട്രി ആസി ജല ദ്വിജ കണ്ടകേഭ്യ. ചിലപ്പോൾ എന്താ വെച്ചാൽ ആ കൊമ്പുള്ള പശുക്കളുടെ പിന്നാലെ ചെന്നിട്ട് രണ്ടുപേരും പശുവിൻ്റെ കൊമ്പത്താണ് പിടിച്ചത്. നിങ്ങളോ അല്ല നിങ്ങളോ അഗ്നി അടുപ്പിൽ ചെന്നിട്ട് വിറകും കൊള്ളി എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കാൻ അതിൻ്റെ പിന്നാലെ പോവും. തേറ്റപ്പല്ലുള്ള ജന്തുക്കളുടെ പിന്നാലെ പോവും. ഇതിൽ പിശാങ്കത്തിൽ എടുത്തിട്ട് ഒരാൾ അതിൻ്റെ പിടിയിൽ പിടിക്കുമ്പോൾ വേറെ ആളെ മൂർച്ചുള്ള ഭാഗത്ത് കയറി പിടിക്കും. അങ്ങനെ മടവാള് അല്ലെങ്കിൽ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കയറി കളിക്കാൻ നോക്കുക. ദ്വിജ എന്ന് പറഞ്ഞാൽ പക്ഷികളെയൊക്കെ പിടിച്ച് കൂട്ടിലിടല്ലേ, കൂട്ടുന്ന പുറത്തേക്കിടെ അവരുടെ പിന്നാലെ പോവുക. പിന്നെയോ അങ്ങനെ മുള്ളൊക്കെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതിൽ മുള്ളിൽ കയറി പിടിക്കാൻ പോകും. ഇങ്ങനെ ഈ ഓരോ വികൃതികൾ ചെയ്ത് എന്തെന്ന് എവിടേക്കാണ് പോകുക. അങ്ങനത്തെ ആ വികൃതരായിട്ടുള്ള അവരെ നിഷേധവും അവരെ തടയുന്നതിനോ ഗൃഹ്യാണി കന്നാലോ ഗൃഹകൃത്യങ്ങളെ നടത്തുന്നതിനോ എപ്പോഴൊന്നും ശേഖാതെ സാധിക്കാത്തവരായിത്തീർന്നുവോ അപ്പോൾ അലം മനസ അനവസ്ഥാം ആപതു, ഒരു വല്ലാത്ത മനസ്സിൻ്റെ ഒരു അസ്വസ്ഥത അനുഭവിച്ചു പറയാണ്. എന്താണ് കുട്ടികളുടെ പിന്നാലെ നടന്നു എന്നുള്ള ആ ശ്രമകരമായിട്ടുള്ള ജോലി മാത്രമായി അവർക്ക് വേറെ ഒരു പണിയില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് മനസ്സിൻ്റെ അനവസ്ഥ, മനസ്സ് വേറെ ഒന്നിലും ഉറയ്ക്കാണ്ട് ഈ ഭഗവാന്റെ ലീലകൾ മാത്രം ഒഴുകിക്കൊണ്ട് അവരങ്ങനെ ഇരുന്നു മനസ്സിലേത് പറയുകയാണ്. അങ്ങനെയുള്ള ഒരു അനവസ്ഥ അത് യശോദയും അനുഭവിക്കണം, ആ രോഹിണി അനുഭവിക്കണം. അത് അവർക്ക് ആ വാത്സല്യ രൂപത്തിൽ ഉത്തമ ഭക്തി ഉണ്ടാവണം എന്നായിരുന്നു. അതുകൊണ്ട് അവർക്ക് പരമഗതിയും ലഭിക്കണം എന്നായിരുന്നു ഈ രാമകൃഷ്ണന്മാരായിട്ടുള്ള ദിവ്യബാലന്മാരുടെ ഉദ്ദേശം. കാലേന അല്പേന രാജർഷേ രാമകൃഷ്ണശ്ച ഗോകുലേ അദൃഷ്ടജാനുഭിപദ്ഭിർ വിചക്രമതുരു അഞ്ജസ തതസ്തു ഭഗവാൻ കൃഷ്ണോ വയസ്യൈർവ്രജബാലകൈ സഹ രാമോ വ്രജസ്ത്രീണം ചിക്രീഡേ ജനയന്മുദം കൃഷ്ണസ്യ ഗോപ്യോരുചിരം വീക്ഷ്യ കൗമാരചാവലം ശൃണ്വത്യാഖില തന്മാതു ഇതിഹോജു സമാഗത. മെല്ലെ ഉണ്ടല്ലോ രാമകൃഷ്ണന്മാരെ മുട്ടുകുത്താണ്ട് മെല്ലെ ആദ്യം പിടിച്ചു നടന്നു. അത് കഴിഞ്ഞപ്പോഴോ കാലടിയൊക്കെ മെല്ലെ നിലത്ത് ഊന്നിയിട്ട് ക്ലേശം കൂടാണ്ട് അങ്ങനെ നടക്കാൻ ആരംഭിച്ചു എന്ന് പറയുകയാണ്. ആ സമയത്ത് എന്തുണ്ടായി, അവരുടെ വിഹാരകേന്ദ്രം ഇവിടെ
വ്രജത്തിൽ എന്താണ് നന്ദഗോപുര ഗൃഹം മാത്രമല്ല മെല്ലെ മെല്ലെ സമപ്രായക്കാരായുള്ള ഗോപന്മാരോടൊക്കെ കൂടിയിട്ട് അങ്ങനെ പുറത്തേക്ക് കുറേശ്ശെ പോകാൻ തുടങ്ങി. അപ്പോൾ എങ്ങനെയാണ് ഗോപസ്ത്രീകൾക്ക് അവർക്ക് സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടി ഓരോ തരത്തിലുള്ള കളികൾ അങ്ങനെ തുടങ്ങി. ആ ഭഗവാന്റെ കൗതുകരായിട്ടുള്ള ആ കുട്ടിക്കളികൾ അങ്ങനെ കണ്ടിട്ടുള്ള ഗോപികമാർ ഒത്തുചേർന്നിട്ട് അവരെ വികൃതികളുണ്ടല്ലോ യശോദ കേൾക്കുമാറ് അതിനെപ്പറ്റി പറയാറുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. ഇനി അത് രണ്ട് ശ്ലോകങ്ങളിൽ അതിനെ വിസ്തരിച്ച് പറയുകയാണ്. ഭഗവാന്റെ ഓരോ ബാലചാവല്യങ്ങൾ അത് ഇതുണ്ടല്ലോ എങ്ങനെയാണ് ഈ വ്രജസ്ത്രീകൾ ചെന്നിട്ട് ഗോപികമാർ ചെന്ന് യശോദയുടെ ഉത്സാഹത്തോടും ഒരു പരിഭവമായിട്ടും ആക്ഷേപമായിട്ടും ഒക്കെ പറഞ്ഞ രീതിയിലുള്ളതാണ് ഈ രണ്ട് ശ്ലോകങ്ങൾ. വത്സാൻ മുഞ്ചൻ ക്വചിത സമയേ ക്രോശസഞ്ജാതഹാസ സ്ഥേയം സ്വാദ്വത്യഥ ദധിവയ കൽപ്പിതൈസ്തേയയോഗൈ മർക്കാൻ ഭോക്ഷ്യൻ വിഭജതി സജേൽ നാത്തി ഭാണ്ഡം വിനത്തി ദ്രവ്യാലാവേ സഗൃഹകുപിതോ യത്യുപക്രോശ്യതോകൻ. ദേശോദേ നിൻ്റെ ഉണ്ണയുടെ ഓരോ വികൃതികളെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ തുടങ്ങണതേ. ആസാമയേ കോച്ചിൽ വത്സാൻ മുഞ്ചൻ പശുക്കുട്ടികളെ കറക്കാൻ വേണ്ടി മുമ്പായിട്ട് പശുക്കുട്ടികളൊക്കെ അഴിച്ചു കിട്ടും. എന്നിട്ട് ആ സമയത്തിൽ അഴിച്ചു കിട്ടാൻ എന്താ ഉണ്ടാവുക? അത് ചെന്ന് കുടിച്ചിട്ട് പാലൊന്നും ഇല്ലാണ്ട് തീരും കേട്ടോ. അത് അങ്ങനെ ആരെങ്കിലും തടഞ്ഞിട്ട് ആരാ അത് അഴിച്ചു വിട്ട് ചോദിക്കുമ്പോൾ ക്രോശ സഞ്ജാതഹാസ അരുതെന്ന് പറയുന്ന സമയത്ത് മുറവിളി കൂട്ടം ചിരിച്ചുകൊണ്ട് ഈ ഇതെല്ലാം ഇളിച്ചു കാട്ടിയിട്ട് അവരങ്ങനെ നിൽക്കും. ഇന്ന് വേറെ ചിലപ്പോഴോ കൽപ്പിതൈസ്തേയയോഗൈ എന്ന് മാത്രമല്ല വളരെ നല്ല മനോഹരമായിട്ടില്ല. ഞങ്ങൾ ചെന്ന് ചോദിക്കും കണ്ണാ പാല് വേണോ വെണ്ണ വേണോ എന്ന് ചോദിച്ചാൽ ഒന്നും വേണ്ട എന്ന് പറയുന്നു കേട്ടോ. എന്ത് ആസൂത്രണം ചെയ്താണ് കൽപ്പിതൈസ്തേയയോഗൈ പലതരത്തിലുള്ള കള്ളത്തരം കൊണ്ടുള്ള വിദ്യകളെ കൊണ്ട് സ്ഥേയം മോഷ്ടിച്ചെടുത്തുള്ള ദധിവയ തൈരും പാലും ഒക്കെ ഉണ്ടല്ലോ സ്വാദു അത്തി നല്ല രുചിയോട് കൂടിയിട്ട് അത് ഭക്ഷിക്കും കേട്ടോ. ഭോക്ഷ്യൻ അത് ഭക്ഷിച്ച് ആഹരിച്ചു കൊണ്ടിരിക്കുമ്പോഴോ തന്നെത്താൻ കഴിക്കുക മാത്രമല്ല മർക്കാൻ വീട്ടിലുള്ള ചെറിയ കുരങ്ങുകളുണ്ടല്ലോ അതിനൊക്കെ വിഭജതി പങ്കുവെച്ച് കൊടുക്കുകയും ചെയ്യുന്നു യശോദേ. തന്നെത്താൻ കഴിക്കല്ല അതൊക്കെ ഇനി അതല്ല അതിലൊരുത്തൻ വേറെ അത്തി ആരും തിന്നില്ല എന്നുണ്ടെങ്കിലോ ഭാണ്ഡം വിനത്തി പാൽക്കലം മുടക്കി കിട്ടിയില്ല ഒന്നും കിട്ടിയില്ലെങ്കിൽ ദ്രവ്യാലാഭേ ഈ സാധനം കിട്ടാതായി എന്ത് ചെയ്യും? ഗൃഹകുപിത വീട്ടുകാരോട് പിണങ്ങിയിട്ട് തോകാൻ ഉപക്രോശ്യ യാതി ആ തൂക്കിൽ ഉറക്കി കിടത്തിയിട്ടുള്ള കുട്ടികളുടെ ചെവിയിൽ നുള്ളി കരയിപ്പിച്ചിട്ട് ഓടിപ്പോവും ചെയ്യും വീട്ടുകാരോട് പിണങ്ങിയിട്ട് എന്ന് പറയുകയാണ്. ഹസ്താഗ്രാഹ്യേ രചയതി വിധിം പീഡകോലൂകളാദ്യൈ ചിത്രം ഹ്യന്തർനിഹിതവയുന ശിക്യ ഭാണ്ഡേഷു തദ്വിൽ ധ്വാന്താകാരേ ധൃതമണിഗണം സ്വാംഗമർത്ഥപ്രദീപം കാലേ ഗോപ്യോയർഹി ഗൃഹകൃത്യേഷു സുവ്യഗ്രചിത്ത. ഇങ്ങനെ രണ്ട് ശ്ലോകങ്ങളിലെ ശ്രീസുബ്രഹ്മർഷി ചുരുക്കി പറഞ്ഞുള്ളൂ ഭഗവാന്റെ ബാലലീലകളെ. അത് ഭാരതത്തിലെ എത്ര ശ്രേഷ്ഠന്മാരായുള്ള കവികളെ സൂർദാസ്, മീര, ഭക്തമീര, അതുമാതിരി കേരളത്തിലെ ലീലാസുകൻ, വില്വമംഗല സ്വാമികൾ, പൂന്താനം, ചെറുശ്ശേരി കൃഷ്ണഗാഥയിലൊക്കെ എത്ര ബാലലീലകളുണ്ട്. അത് ഓരോരോ സപ്താഹത്തിൽ അത് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുമ്പോൾ അവരവരുടെ ചമത്കാരത്തോട് കൂടിയിട്ട് ധാരാളം ബാലലീലകൾ ഇങ്ങനെ പറയും. ഇതൊക്കെ തന്നെയാണ് മനസ്സിൻ്റെ അനവസ്ഥയെ പ്രാപിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. എന്നിട്ട് പറയുകയാണ് എന്താണ് ഗോപികമാർ ഗൃഹകൃത്യങ്ങൾ എങ്ങനെ മുഴുകി നടക്കാൻ ശ്രമിക്കുന്നത് എന്തുണ്ടാവും? ഗോപ്യ ഗൃഹകൃത്യേഷു എർഹികാലേ സുവ്യഗ്രചിത്ത പണിയിലങ്ങനെ തിരക്കിൽ മുഴുകി നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? മെല്ലെ പോയിട്ട് എവിടെയെങ്കിലും തപ്പി തിരഞ്ഞ് നിൽക്കുക. കണ്ടില്ല എന്നുണ്ടെങ്കിലോ ഹസ്ത കൈകൊണ്ട് എത്താത്ത രീതിയിൽ വെച്ച് വെച്ചാൽ പീഠം ഒരലത്തൊക്കെ മെല്ലെ കൊണ്ടുവന്ന് ഉരുട്ടി വെച്ച് അതിൻ്റെ മുകളിൽ കയറും കേട്ടോ. വിധിയും സൗകര്യം ഉണ്ടാക്കണം എടുക്കാൻ. എന്നിട്ടോ കിട്ടിയില്ലെങ്കിലോ അന്തർനിഹിതമായി ആ പാത്രത്തിനകത്തുള്ളത് എന്താണെന്ന് അറിഞ്ഞിട്ട് എന്ത് ചെയ്യും? ശിക്യ ഭാണ്ഡേഷു ഉറുമയിലൊക്കെ കയറ്റി വെച്ചുള്ള പാത്രമാണ് വെച്ചാൽ പാത്രത്തിലേക്ക് ഒരു കോലമുണ്ട് കുത്തിയിട്ട് അതറിഞ്ഞിട്ട് ഛിദ്രം ഈ വേണ്ടെടുത്ത് തുളയ്ക്കണമെന്നാട്ട്. ഇനി ഇരുട്ടത്താണ് ഒളിപ്പിച്ച് വെച്ചാൽ ധ്വാന്താകാരേ ഇരുട്ടറയിലെ ധൃതമണികണം താൻ രത്നാവണങ്ങൾ കഴിഞ്ഞുള്ള തൻ്റെ ശരീരത്തെ പദാർത്ഥങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു ദീപാക്കി തീർക്കും ഭഗവാൻ എന്ന് പറയുകയാണ് ഗോപികമാർ. ഇരുട്ടത്ത് വെച്ചാൽ
യശോദ അണിഞ്ഞിട്ടുള്ള ആഭരണങ്ങളുടെ ആ പ്രകാശത്തിൽ ഇരുട്ടത്തും കാണാമെന്ന് അർത്ഥം. അല്ലെങ്കിലോ തൻ്റെ സ്വാംഗം അർത്ഥപ്രദീപം, അതായത് ഭഗവാന്റെ അംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? വേദങ്ങൾ. അതെങ്ങനെയാണ് എല്ലാ പുരുഷാർത്ഥങ്ങളെയും കാണിച്ചു കൊടുക്കുന്നത്. അത്രയാണ് അത്ര ശോഭിത അല്ലെ ജ്ഞാനത്തിൻ്റെ പ്രകാശമുള്ള ആളാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാൻ ഉണ്ട് എവിടെ ഒളിപ്പിച്ച് വെച്ചുള്ളത് എന്നറിയാൻ വല്ല പ്രയാസമുണ്ടോ? അങ്ങനെ ഓരോരോ വാക്കുകളിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി എത്രയാണെന്ന് അറിയില്ല. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ഓരോ ലീലകൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് ഗോപികമാരെ യശോദയിൽ വന്ന് അങ്ങനെ പറയുകയാണ്. എന്ന് മാത്രമല്ല, ഏവം ദർപ്യാനുഷതി ഗുരുതേ മേഘനാദീനി വാസ്തൗ സ്തേയോപായൈർവിരചിതകൃതി സുപ്രതീകോ യഥാസ്തേ ഇത്തം സ്ത്രീഭി സഭയനയന ശ്രീമുഖാലോകിനീഭിർ വ്യാഖ്യാതാർത്ഥ പ്രഹസിതമുഖി നഹ്യുവാലബ്ധുമൈച്ചൽ. അപ്പോൾ വേറൊരു ഗോപിക ഒന്നും മാത്രമല്ല, ഇവന് എന്തെങ്കിലും ഇപ്പം നമ്മൾ എന്തായാലും എടുത്ത് കൃഷ്ണ കണ്ണ എന്താ അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ അധിക്ഷേപിച്ചു വെച്ചാൽ അഹങ്കാരം ധാർഷ്ട്യാനി വേണ്ടാത്ത എന്തൊക്കെ തിരിച്ച് പറയാന്ന് വെച്ചല്ലോ ദേഷ്യപ്പെട്ടുകൊണ്ട്. ധാർഷ്ട്യാനി ഉഷതി എന്നാണ്. പിന്നെയോ ഞാൻ വാസ്തവ ഗൃഹത്തിലെ പരിശുദ്ധിയിൽ മേഘനാദീനി ഗുരുതേ, അവിടെയും ഇവിടെയൊക്കെ മൂത്രം ഒഴിക്കാന്നൊക്കെ പാലൊക്കെ എടുത്ത് കുടിച്ചാൽ അത് മുഴുവൻ നിറച്ച് വെച്ചിട്ടുണ്ടാവും, മൂത്രം ഒഴിച്ച് നിറച്ച് വെച്ചിട്ടുണ്ടാവുമെന്ന് പറയുകയാണ്. പിന്നെയോ അത് ഗുരുതേ യോവായ ഈ വിരചിതകൃതി, ആ കപട സൂത്രങ്ങളാൽ പിന്നെ ഓരോ കുസൃതിപ്പണികളൊക്കെ പലതെടുത്തിട്ട് എന്ത് ചെയ്യും? സുപ്രതീകത മിടുക്കനെന്ന പോലെ അങ്ങനെ ഇരിക്കുമെന്ന് പറയുകയാണ്. എന്താണ് ഈ എന്തെങ്കിലും കട്ട എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൽ മെല്ലെ അറിയാതിരിക്കാൻ വേണ്ടി പഴമൊക്കെ അപ്പമൊക്കെ എടുത്ത് കൊണ്ടുപോയാൽ ചാണകവെള്ളം ഉരുട്ടി അങ്ങോട്ട് വയ്ക്കും. അങ്ങനെ താൻ ചെയ്തുള്ള വിദ്യകൾ ആരും കാണാത്ത രീതിയിലുള്ള കുസൃതിപ്പണികളൊക്കെ അങ്ങനെ ചെയ്യും. എന്നിട്ടോ അങ്ങനെ ഇരിക്കണില്ലേ എന്ന് പറയാൻ മിടുക്കനെ പോലെ ഇരിക്കില്ലേ മുമ്പിൽ. എങ്ങനെയാണ്? സഭയനയന ശ്രീമുഖാലോകിനീവി, ഈ ഭയം നടിക്കുന്ന നോക്കൂ, ആ ഇതൊക്കെ പറഞ്ഞും കേട്ടുകൊണ്ട് ആ കണ്ണൻ അവിടെ ഇങ്ങനെ യശോദരുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കണ്ടേ. ഗോപശ്രീകൾ പറഞ്ഞ് കേട്ടുകൊണ്ട് അവർ ആ കണ്ണൻ്റെ മുഖത്തിലുണ്ടല്ലോ ആ പേടി ഇങ്ങനെ നിന്നിപ്പോൾ എന്താ അമ്മ ചെയ്യുക എന്നുള്ള ഭാവത്തിൽ അങ്ങനെ പേടിച്ചുകൊണ്ട് അവർ ഇനി എന്താ അടുത്ത് പറയാൻ പോണ്, എന്താ അടുത്താൻ പറയണമെന്നുള്ള ഭാവത്തിൽ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കണ്ണനെ കണ്ടിട്ട് സ്ത്രീവി ഇത്തം വ്യാഖ്യാതാർത്ഥ, ആ ഗോപസ്ത്രീകളെ ഇപ്രകാരം ഓരോന്ന് കാര്യം പറഞ്ഞ് ധരിപ്പിക്കപ്പെട്ട യശോദ പ്രഹസിതമുഖി ഇതൊക്കെ കേട്ടുകൊണ്ട് പുഞ്ചിരി തൂകിന്നല്ലാണ്ട് ഉപാലബ്ധും ന അയച്ചൽ, ആ ബാലിനെ ഒന്ന് ചീത്ത പറയാൻ യശോദയ്ക്ക് തോന്നിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ കാരണം അത്ര പേടിച്ച് വരച്ചമാരിയാണ് കണ്ണനാണ് മുമ്പിൽ നിൽക്കണതേ. ഏകദാ ക്രീഡമാനാസ്തേ രാമാദ്യാ ഗോപദാരക കൃഷ്ണോ മൃതം ഭക്ഷിതവൻ ഇതി മാത്രേന്യവേദയൻ. വേറൊരു ലീല, ഒരിക്കല് ക്രീഡമാന രാമാദ്യ കളിച്ചുകൊണ്ടിരിക്കണ ബലരാമന്മാരുമായിട്ടുള്ള ഗോപന്മാർ കുട്ടികളൊക്കെ കൂടി എന്ത് ചെയ്തു? തേ ഗോപധാരക ഒരിക്കല് കൃഷ്ണ മൃതം ഭക്ഷിതവാൻ ഇതി മാത്രേ നിവേദയൻ. അമ്മേ കണ്ണം കുറേശ്ശെ മണ്ണ് തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്ന് യശോദയോട് വന്ന് പറയൂ എന്ന് പറയാണ്. സാ ഗൃഹീത്വാ കരേ കൃഷ്ണം ഉപാലഭ്യ ഹിതൈഷിണീ യശോദ ഭയസംഭ്രാന്ത പ്രേക്ഷണാക്ഷമഭാഷത. അത് കേട്ടപ്പോഴേക്കും യശോദയ്ക്ക് വല്ലാണ്ട് വിഷമായി. ഹിതൈഷിണി, കാരണം കണ്ണന് ഗുണം വയ്യത് മണ്ണൊക്കെ തിന്നു അവന് വല്ല അസുഖം വലിയ എന്നുള്ള ഭാവത്തിൽ സാ യശോദ കൃഷ്ണം കരേ ഗൃഹീത്വ, കണ്ണനെ കയ്യിൽ കയറി അങ്ങോട്ട് പിടിച്ചിട്ട് ശകാരിച്ചിട്ട് ഭയസംഭ്രാന്ത പ്രേക്ഷണാക്ഷ പേടിച്ച് അമ്പരന്ന നേത്രങ്ങളോടുള്ള ബാലനോട് ഇങ്ങനെ ചോദിച്ചു. കസ്മാൻ മൃതമതാത്മൻ ഭവാൻ ഭക്ഷിതവൻ രഹം വദന്തി താവകാഹ്യേതേ കുമാരാസ്ത്യഗ്രജോപ്യയം. ഹേ അതാന്താത്മൻ, എടാ ആർക്കും ഒന്നും ആരും പറയാൻ കഴിയാത്തവനെന്നാണ്, ആർക്കും ഒതുങ്ങാത്തവനെന്ന്. ഭഗവാനും അങ്ങനെ തന്നെയല്ലേ, ആർക്കും ഒതുങ്ങാത്തവനെ. ഭവാൻ കസ്മാൽ മൃതം പറഞ്ഞു, എന്തിനു വേണ്ടിയിട്ടാണ് നീ ഈ മണ്ണ് തിന്നത്? രഹ, അത് രഹസ്യമായിട്ട് താവക ഏത് നിന്റെ കൂട്ടുകാരായുള്ള ചങ്ങാതിമാരൊക്കെ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞുവല്ലോ എന്ന് പറയുകയാണ്. ഇതൊക്കെ ഞാൻ അത് തിന്നില്ല പറയണം. അപ്പോൾ ഇതാ കൂട്ടുകാരൊക്കെ പറയുന്നുണ്ടല്ലോ, അയം തേ അഗ്രജ അഭിവദന്തി, നിന്റെ ഏട്ടനായിട്ടുള്ള രാമനും കൂടി പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോഴും വീണ്ടും പറയുകയാണ്, ഉണ്ണി നാഹം ഭക്ഷിതവാനംബ സർവേ മിഥ്യാഭിശംസിന യദി സത്യഗിരസ്തരിഹി സമക്ഷം പശ്യമേ മുഖം. ഇല്ല അമ്മേ അമ്പ, അഹം ന ഭക്ഷിതവാൻ, ഇല്ല ഞാൻ മണ്ണ് ഭക്ഷിച്ചില്ല. ഇത് ശ്രീകൃഷ്ണ ഉവാച എന്ന് ചില ഇതിലുണ്ട്, ഈ അധ്യായം എഴുതിയിട്ടില്ല.
ചില ഗ്രന്ഥങ്ങളിൽ കാണുന്നു, ശ്രീധരീയത്തിലില്ല എന്നാണ് ശ്രീധരവാര്യ പറയണത്. അമ്മേ, ഞാൻ മണ്ണ് തിന്നിട്ടില്ല. പിന്നെയോ സർവേ മിഥ്യാഭിശംസന, ഇവരെല്ലാം നോണ പറയുകയാണ്. യതി സത്യകിരത്തർഹിനി, അവർ സത്യം പറയുകയാണ് എന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ മേ മുഖം സമക്ഷം പോയി, ഞാൻ എന്താ എൻ്റെ വായ തുറന്നു തരാം, അമ്മ നേരിട്ട് നോക്കിക്കോളൂ എന്ന് പറയുകയാണ്. കാരണം യദ്യേവം തർഹി വ്യാദേഹീത്യുക്ത സ ഭഗവാൻ ഹരി വ്യാദത്താം വ്യാഹതൈശ്വര്യ ക്രീഡാമനുജ ബാലക. യതി ഏവം തർഹി, അപ്രകാരമാണെങ്കിൽ വ്യാദേഹി, നീ വായ തുറക്ക് നമ്മ പറയാണ്. അങ്ങനെ അവർ ശരി എന്ന് അവർ പറഞ്ഞ് നോക്കുന്നു, നീ വായെന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇതിയുക്ത എന്ന് ആവശ്യപ്പെട്ടവനും അവ്യാഹത ഐശ്വര്യ, അളവറ്റ ഐശ്വര്യത്തോടും കൂടിയിട്ടുള്ള ആ ക്രീഡാമനുജ ബാലക, ഒരു ലീലയായിട്ട് മനുഷ്യബാലനായിട്ട് അവതരിച്ചവനായിട്ടുള്ള സ ഭഗവാൻ ഹരി, ആ ഭഗവാൻ ശ്രീഹരി വ്യാദത്ത, തൻ്റെ വായ അങ്ങോട്ട് തുറന്ന് കാണിച്ചു എന്ന് പറയുകയാണ്. അമ്മയ്ക്ക് നേരത്തെ ആ കോട്ടായിട്ടൊന്ന് കാണിച്ചു കൊടുത്തു ഉണ്ടായിരുന്നു, അമ്മ അത് മറന്നിരിക്കുന്നതുകൊണ്ട് ഏതായാലും യഥാർത്ഥത്തിൽ ആ തൻ്റെ ആ രൂപം എന്താന്ന് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. സാ തത്ര ദൃശേ വിശ്വം ജഗൽ സ്നാസ്നു ചഖം ദിശ സാദ്രിദ്വീപാഭ്രിഭൂഗോളം സവായു അഗ്നി ഇന്ദുതാരകം. ആ ഉണ്ണിയുടെ വായയില് ജഗൽ, ഈ ജംഗമങ്ങള്, സാസ്നു സ്ഥാവരങ്ങള്, ഖം ചലിക്കുന്നതും ചലിക്കാതായിട്ടുള്ള എല്ലാ വസ്തുക്കളും നടത്തും. പിന്നെയോ ഖം ആകാശം, ദിശ ദിക്കുകള്, സാദ്രിദ്വീപ അബ്ധി ഭൂഗോളം, പർവ്വതങ്ങൾ, ദ്വീപുകള്, സമുദ്രങ്ങൾ, ഇതെല്ലാം കൂടിയിട്ടുള്ള ഭൂഗോളം. സ വായു അഗ്നി ഇന്ദുതാരകം, വായുമണ്ഡലം, അഗ്നിമണ്ഡലം, ചന്ദ്രൻ, നക്ഷത്രങ്ങള് എന്നിവ എല്ലാം ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചത്തെ വിശ്വം ച സാ തത്ര, അവൾ ആ വായിൽ ദൃശ്യേ വീക്ഷിച്ചു എന്നാണ്. ഒരിത്തിരി മണ്ണ് കണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് പ്രപഞ്ചം മുഴുവൻ ആ ഉണ്ണിയുടെ വായിലാണ് കണ്ടതാണ്. പിന്നെ ഒന്ന് മാത്രമല്ല, ജ്യോതിശ്ചക്രം ജലം തേജോ നഭസ്വാൻവിയദേവജ വൈകാരികാണി ഇന്ദ്രിയാണി മനോമാത്ര ഗുണാസ്ത്രയാ. ജ്യോതിശ്ചക്രങ്ങൾ മുഴുവൻ, അനവധി ജ്യോതിർഗോളങ്ങൾ, പിന്നെയോ ജലം, അഗ്നി, വായു, ആകാശം, ഇങ്ങനെ അതിൽ ഭൂമി, ആകാശം, പഞ്ചഭൂതങ്ങളെല്ലാം ഉണ്ണിയുടെ വായിലുണ്ട്. പിന്നെയോ അത് മാത്രമല്ല, വൈകാരികാണി, വികാരത്തിന് ബലമായിട്ടുള്ള ദേവന്മാര്, ഇന്ദ്രിയാണി, ആ രജോഗുണത്തിൻ്റെ ബലമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ശബ്ദാദി തന്മാത്രകൾ, 3 ഗുണങ്ങൾ എല്ലാം ഉണ്ണിയുടെ വായിലുണ്ട്. ഏതൽ വിചിത്രം സഹജീവകാല സ്വഭാവകർമാശയലിംഗവേദം സൂനോസ്തനൗ വീക്ഷ്യ വിദാരിദാസ്യേ വ്രജം സഹാത്മാനമപാപശങ്കം. എന്ന് മാത്രമല്ല, വിദാരിദാസ്യ, വായ വളർന്ന സൂനോ, ആ തൻ്റെ പുത്രൻ്റെ ശരീരത്തിൽ വായയ്ക്കുള്ളിൽ ജീവൻ, കാലം, സ്വഭാവം, കർമ്മം, അതുമാതിരി വാസന, ഇങ്ങനെയുള്ള ശരീരഭേദങ്ങളോട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈ പ്രപഞ്ചവും സഹാൽ തന്നെ. അതുമാത്രമല്ല, പ്രപഞ്ചത്തിലുണ്ട് ഈ വ്രജം കാണാണ്ട്, ആ വ്രജത്തിൻ്റെ മുമ്പിൽ താനും ഉണ്ട്, തൻ്റെ മുമ്പിൽ വായ വിളിച്ചു വന്ന ഉണ്ണികൃഷ്ണനെയും എല്ലാം കണ്ടിട്ട് ശങ്കാം അവാവ യശോദ വല്ലാത്തൊരു അത്ഭുതവും സംശയത്തെയും പ്രാപിച്ചു എന്ന് പറയുകയാണ്. കിം സ്വപ്ന ഏതദു ദേവമായ കിം വാ മദീയോ ബദ ബുദ്ധിമോഹ അതോ അമുഷ്യൈവ മമാർഭഗസ്യ കശ്ചന ഉൽപ്പത്തി ആത്മയോഗ. എന്തായി ഞാൻ കാണുന്നത്? ഇതൊരു സ്വപ്നാണോ? കിം സ്വപ്ന ഊതദേവമായ, അതോ ഈശ്വരൻ്റെ മായയാണോ? അല്ലാന്നുണ്ടെങ്കിൽ മതീയ ബുദ്ധിമോഹം, എനിക്ക് വല്ല ബുദ്ധിഭ്രമം ബാധിച്ചിരിക്കുകയാണോ? അതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ മമ അമുഷ്യ, എൻ്റെ ഈ മകന് ഉൽപ്പത്തി ജന്മനാഥനെയുള്ള കശ്ചന ഏതെങ്കിലും യോഗശക്തിയുടെ വൈഭവമാണോ? നമുക്ക് ഓരോന്നോരോന്നങ്ങനെ സംശയിക്കുകയാണ്. ആശ്ചര്യം തന്നെ എന്നുള്ള ഭാവത്തിൽ. അതോ യഥാവന്ന വിതർക്കഗോചരം ചേതോ മനഃകർമ്മ വചോവിരഞ്ജസ യഥാശ്രയം യേന യതഃ പ്രതീയതേ സുദുർവിഭാവ്യം പ്രണതാസ്മിതൽപദം. അപ്പം എന്തുണ്ടായി? അതോ തന്നിമിത്തം ചേതോ മനഃകർമ്മ വചോവി, മനസ്സ്, ബുദ്ധി, ചേതസ്, കർമ്മം, വാക്കുകൾ എല്ലാം വേണ്ട പോലെ പ്രയാസം കൂടാതെ ചിന്തിക്കറിയാൻ പറ്റാത്ത ഈ ലോകം,
യാതൊന്നിനെ ആശ്രയിച്ച് യാതൊന്നിൽ നിന്ന് അനുഭവപ്പെടുന്നുവോ സുദുർവിഭാവ്യം ഭാവനാശക്തിക്ക് അതീതമായിട്ടുള്ള തൽപദം ആ ഭഗവാന്റെ തൃപ്പാദങ്ങളെ ഞാനിതാ നമസ്കരിച്ചവളായി എന്ന് പറഞ്ഞ് ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുകയാണ് യശോദ. അഹം മമാസൗ പതിരേഷമേ സുതോ വ്രജേശ്വരസ്യാഖിലവിത്തവാസതി ഗോപ്യശ്ച ഗോപാ സഹഗോധനാശ്ച മേ യന്മായേത്ഥം കുമതി സമീകരി. പിന്നെ അതുപോലെ എനിക്ക് യൻ മായയാ യാതൊരാളുടെ മായാശക്തിയാലാണോ വ്രജേശ്വരസ്യ അഖിലവിത്തവാ സതി അഹം ഈ വ്രജത്തിൻ്റെ അധിപനായിട്ടുള്ള നന്ദഗോപരുടെ ധനം മുതലായവ നോക്കി രക്ഷിക്കുന്ന പത്നിയാണ് ഞാൻ. അസൗ അദ്ദേഹം മമ പതി എൻ്റെ ഭർത്താവും ഏഷ ഇവൻ ഈ ഉണ്ണി മേസുത എൻ്റെ പുത്രൻ സഹഗോധന ഗോധനങ്ങളോടുകൂടിയ ഗോപ്യ ഗോപികമാരും ഗോപാച ഗോപന്മാരും മേ എൻ്റേതാണ്. ഇത്തം ഇപ്രകാരമുള്ള എല്ലാമുള്ള കുമതി ഈ ദുഷിച്ച ബുദ്ധി ആരുടെ മായയിൽ നിന്നാണ് ഉണ്ടായത്? ആ ഭഗവാൻ മാത്രമാണ് മേ ഗതി എനിക്ക് ആശ്രയം. ഇത് കണ്ടപ്പോഴേക്കും ആ തത്വം ഉറപ്പിച്ച് വരേണ്ടത് എല്ലാം ഭഗവാന്റെ മായയാണെന്ന് അങ്ങോട്ട് യശോദയ്ക്ക് ബോധ്യായി. ഇത്തം വിദിത തത്വായാം ഗോപികായാം സ ഈശ്വര വൈഷ്ണവീം വ്യതനന്മായം പുത്രസ്നേഹമയീം വിഭൂ. ഇങ്ങനെ ആ തൻ്റെ മായയിൽ നിന്ന് അങ്ങോട്ട് അമ്മയ്ക്ക് മോചനം കിട്ടി കുറച്ച് ഇതിന് ശേഷം പെട്ടെന്ന് ഭഗവാൻ എന്ത് ചെയ്തു? ഇതൊക്കെ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. ഗോപികായാം ഇത്തം വിദിത തത്വമായ ഇപ്രകാരം യഥാർത്ഥ തത്വം അറിഞ്ഞവളായ സമയത്ത് യശോദാദേവി എന്താണ് വിഭു ഈശ്വര സാധാ യശോദാദേവി എന്ത് ചെയ്തു? പെട്ടെന്ന് വേദന ഇങ്ങനെ ഈ തത്വം അറിഞ്ഞവളായി യശോദേവി എന്ന് മനസ്സിലാക്കിയുള്ള ഭഗവാൻ ഈശ്വരൻ പുത്രസ്നേഹമയും അതിൻ്റെ പുത്രസ്നേഹത്തിൻ്റെ രൂപത്തിലുള്ള തൻ്റെ വിഷ്ണുമായയെ ദേവിയിൽ പ്രയോഗിച്ചു എന്ന്. അതായത് തൻ്റെ വിഷ്ണുമായ എന്നുള്ളതിന് ആ മായയെ ദേവി ഏതായാലും എന്താണ് ഇപ്പോൾ അതിൻ്റെ മീതെ കടന്നു അധികം എന്താണ് മനസ്സിലാക്കി യഥാർത്ഥ തത്വം മനസ്സിലാക്കിയപ്പോൾ കഴിഞ്ഞ സമയത്ത് എന്ത് ചെയ്തു? വീണ്ടും ഭഗവാൻ തൻ്റെ പുത്രസ്നേഹം എന്നുള്ള ആ രീതിയിലുള്ളൊരു മായ ഉണ്ടല്ലോ അത് ദേവിയിൽ അങ്ങനെ പ്രയോഗിച്ചു. അപ്പോഴോ സദ്യോ നഷ്ടസ്മൃതി ഗോപി സാരോപ്യാരോഹമാത്മജം പ്രവൃദ്ധ സ്നേഹ കലിലഹൃദയാസീ യഥാപുര. എന്തായി? ആ ഭഗവാൻ തന്നെ ആ മായ വീണ്ടും പ്രയോഗിച്ചപ്പോഴേക്കും സദ്യോ എന്ന് പെട്ടെന്ന് തന്നെ നഷ്ടമെല്ലാം ആ വിസ്മൃതിയിൽ ആണ്ടവളായ സാ ഗോപി ആ യശോദ ആത്മജം ആരോപ്യ വേഗം തന്നെ തൻ്റെ ഉണ്ണിയെ മടിയിലാണ് എടുത്തു വെച്ച് യഥാപുര പഴയപടി പ്രവൃദ്ധ സ്നേഹ കലില ഹൃദയ വളരെയേറിയ പുത്രവാത്സല്യം തുളുമ്പുന്ന ഹൃദയത്തോടു കൂടിയവളായി ആസീൽ തീർന്നു എന്ന് പറയുകയാണ്. ത്രയ്യാചോപനിഷൽഭിശ്ച സാഖ്യയോഗൈശ്ച സാത്വതൈ ഉപഗീയമാനമാഹാത്മ്യം ഹരിം സാമന്യാത്മജം. ഇങ്ങനെ നേരത്തെ എങ്ങനെയാണ് ഭഗവാനെ തോന്നിയിരുന്നത്? ത്രയ്യാച ഉപനിഷദ്ഭിച്ച 3 വേദസംഹിതകളായും ഉപനിഷത്തുകളായും സാഖ്യം യോഗം ഇവയാലും സാത്വതൈ ഭക്തന്മാരാലും ഉപഗീയമാന മാഹാത്മ്യം വാഴ്ത്തപ്പെടുന്ന മാഹാത്മ്യത്തോടു കൂടിയ ആ ശ്രീഹരിയെ എന്ത് ചെയ്തു? ആത്മജം നമന്യത വേഗം പെട്ടെന്ന് ആ ശ്രീഹരി എന്നുള്ള ഭാവമിട്ട് തൻ്റെ പുത്രനാണ് എന്നുള്ള ഭാവത്തിലേക്കാണ് പെട്ടെന്ന് അങ്ങോട്ട് മായ അങ്ങോട്ട് മാറി എന്ന് പറയുകയാണ്. രാജോവാച. അപ്പൊ പരീക്ഷിതിന്റെ ഘട്ടം അത്ഭുതമായി. നന്ദ കി മകരോൽ ബ്രഹ്മൻ ശ്രേയ ഏവം മഹോദയം യശോദ ച മഹാഭാഗ പവൗ യസ്യാസ്തനം ഹരി പിതരൗ നാന്വവിന്ദേദം കൃഷ്ണോദാരാർഭഗേഹിതം ഗായന്ത്യദ്യാഭികവയോ യല്ലോകശമലാവഹം. അപ്പോഴാണ് പരീക്ഷിത്ത് അത്ഭുതത്തോട് ചോദിക്കുക, ഈ നന്ദൻ ആരായിരുന്നു? എന്ത് സൽക്കർമ്മങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്? കാരണം ഇങ്ങനെ ഈ മഹത്തായിട്ടുള്ള ശ്രേയസ്സുള്ള ഭഗവാന്റെ അച്ഛനായിട്ട് വളരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലേ? അതുമാതിരി യശോദ എത്ര ഭാഗ്യവതിയുള്ളൊരു സ്ത്രീയാണ്. കാരണം ആ വസുദേവൻ്റെയും ദേവകിയുടെയും പുത്രനായിരുന്നു കൃഷ്ണൻ എങ്കിൽ കൂടിയിട്ട് ഇവിടെ ആ കൃഷ്ണൻ്റെ ബാലലീലകൾ മുഴുവൻ അതുമാതിരി ഉണ്ണിയായിട്ടുള്ള ഭഗവാൻ ആ മുല കുടിച്ചത് കൊണ്ട് യശോദരല്ലേ
എത്ര ഭാഗ്യവതിയാണ് യശോദ, എന്ത് സുഹൃത്താണ് ഇവർ മുമ്പിൽ ചെയ്തത് എന്നൊക്കെ പരീക്ഷിച്ച് ചോദിക്കുകയാണ്. ശ്രീശുകൗവാച ദ്രോണോ വസൂനാം പ്രവരോ ധരയാസക ഭാര്യയാ കരിഷ്യമാണ ആദേശൻ ബ്രഹ്മണസ്തമുവാച ജാതയോർണൗ മഹാദേവേ ഭുവി വിശ്വേശ്വരേ ഹരൗ ഭക്തിസ്യാൽ പരമാലോകേ യയാഞ്ചോ ദുർഗന്ധരേ അസ്തിത്യുക്ത സ ഭഗവാൻ വ്രജേ ദ്രോണോ മഹായശാം ജജ്ഞേ നന്ദൈവിഖ്യാതോ യശോദാ സാധരാഭവൽ തതോ ഭക്തിർഭഗവതി പുത്രീഭൂതേ ജനാർദ്ദനേ ദമ്പത്യോർനിതരാം ആസീൽ ഗോപഗോപീഷു ഭാരത കൃഷ്ണോ ബ്രഹ്മണാദേശം സത്യം കർത്തും വ്രജേ വിഭോ സഹ രാമോ വസംശ്ചക്രേ തേഷാം പ്രീതിം സ്വലീലയാ. 47-ാമത്തെ കൃഷ്ണോദാരർഭഗേഹിതം എന്നുള്ളതിന് ശ്രീധരീയത്തിൽ കൃഷ്ണസ്യോദാരം മഹദർഭഗേഹിതം എന്നാണ് അർത്ഥം. അതായത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഈ ഭഗവാന്റെ ഇങ്ങനെ യശോദരയും നന്ദഗോപരെയും പുത്രനായിട്ട് അദ്ദേഹം ജനിച്ചത് പറയുകയാണ്. എങ്ങനെയാണ് ആ ഭഗവാന്റെ ബാലലീലകൾ, യശോദയും കണ്ണനുമായുള്ള കളികളും തെക്കണ്ടല്ലോ, അതൊക്കെ ഗായന്തി അധ്യാപികവയോ എന്നാണ് പരീക്ഷിത്ത് പറഞ്ഞത്. ഇന്നും കവികളങ്ങനെ പാടി പോർത്തുകൊണ്ടിരുന്നു. കാരണം അതെന്താണ്, ലോകശമലാപഹം, ലോകത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളെയും മാലിന്യങ്ങളെയും മുഴുവൻ തീർക്കുന്നതാണ് ആ കഥകൾ എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള ആ ബാലലീലകളെ ഇന്നും വാഴ്ത്തിപ്പാടുന്നുണ്ട്. അങ്ങനെയുള്ള ആരാണ് ശ്രേഷ്ഠന്മാരെന്ന് ചോദിച്ചാൽ അപ്പോൾ ശ്രീജുഗോപുരമഹർഷി പറയുകയാണ്, ഈ ദ്രോണൻ എന്ന് പറഞ്ഞുള്ള വസുക്കളുടെ പ്രവരനായിട്ടുള്ള ആളായിരുന്നു ദ്രോണൻ. അദ്ദേഹത്തിൻ്റെ പത്നിയാണ് ധന. ഇവർ രണ്ടുപേരും എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രഹ്മാവിനെ സമീപിച്ചിട്ട് ഈ അദ്ദേഹത്തിൻ്റെ ആജ്ഞാനുവർത്തികളാകാൻ ഉദ്ദേശിക്കുന്നതായിട്ട് അറിയിച്ചു. അതായത് ഭഗവാൻ ഭൂമിയിൽ അവതരിക്കും, ദേവന്മാരും എല്ലാവരും തങ്ങളുടെ അംശം കൊണ്ട് യദുകുലത്തിൽ വന്ന് ജനിക്കണമെന്ന് ഭഗവാൻ ബ്രഹ്മാവിനോട് സൂചിപ്പിച്ചില്ലേ. ആ സമയത്ത് ഈ ധരയും ദ്രോണനും ചെന്ന് ബ്രഹ്മാവിനോട് പറഞ്ഞു, നോക്കൂ, ഞങ്ങൾക്ക് ഭൂമിയിൽ മനുഷ്യരായി ജനിക്കണം എന്നുണ്ടെങ്കിലും അതുമാതിരി ലോകനാഥനായുള്ള ശ്രീഹരിയിൽ പരമഭക്തി ഉണ്ടാകാനും അതുവഴി ഈ സംസാര ദുഃഖം തരണം ചെയ്യാനും മാർഗം ഉപദേശിക്കണേ എന്ന് അപേക്ഷിച്ചു എന്ന് പറയുകയാണ്. അപ്പോഴാണ് ബ്രഹ്മാവ് അവരുടെ അപേക്ഷ അതേപടി അംഗീകരിച്ചു. അങ്ങനെ ദ്രോണനാണ് ഈ ഗോകുലത്തിൽ നന്ദഗോപരായിട്ടും ധര അദ്ദേഹത്തിൻ്റെ പത്നിയായുള്ള യശോദയായിട്ടും ജനിച്ചത്. ഭഗവാൻ അവരുടെ പുത്രസ്ഥാനം വഹിച്ച സമയത്ത് ഈ നന്ദഗോപർക്കും യശോദയ്ക്കും ഗോപന്മാർക്കൊക്കെ ആ ഉണ്ണിയിൽ അളവറ്റ ഭക്തി ഉണ്ടായി. ഈ ദ്രോണന് ബ്രഹ്മാവ് നൽകിയ നിർദ്ദേശത്തെ സത്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ആ മഹാവിഷ്ണുവിടെ ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ച സമയത്ത് ബലരാമനോടൊത്ത് ഈ നന്ദഗോപരെയും യശോദരെയും വളർത്തുപുത്രനായിട്ട് അവിടെ ഇങ്ങനെ താമസിച്ച് ഈ ബാലലീലകളിങ്ങനെ ഓരോന്ന് കാടിക്കൊണ്ട് അവരുടെ ആ മനം കവർന്ന് അവർക്ക് ഭക്തി ഉണ്ടാക്കി. ഇതാണ് ആ ഭഗവാന്റെ ബാലലീലകളുടെയൊക്കെ രഹസ്യം. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ബാലക്രീഡായാം വിശ്വരൂപദർശനേ അഷ്ടമോധ്യായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.